Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ 2025 ദൈവം ഇന്ത്യയിലും പല രാജ്യങ്ങളിലും റിവൈവലുകൾ അയക്കും. ഇത് ഒരു റിവൈവലിൻ്റെ ഇയറാണ്. ഉണർവെന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, നമ്മളെ ഉണർവിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ടൈം എപ്പോഴാണെന്ന് പറയാൻ പറ്റുകയില്ല. നിങ്ങളുടെ ദാഹവും ആഗ്രഹവുമാണ് ഉണർവിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പഠിക്കുമ്പോൾ, without faith it impossible to please God. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവം ആരെന്നും തന്നെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുമെന്നും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കഴിവോ ഡിഗ്രിയോ സ്വാധീനമോ ഇതുകൊണ്ടൊന്നുമല്ല ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇതിൻ്റെ അർത്ഥം അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു, അവൻ്റെ വാക്കിൽ നാം വിശ്വസിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൽ നാം വസിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വാക്കിലും നമുക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. വിശ്വാസത്തിൽ നടക്കുമ്പോൾ സകല പരിമിതികളും പൊളിച്ചുകൊണ്ട് നാം ഒരു മൈൻഡ് സെറ്റിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ നാം കാത്തിരിക്കുക. നമ്മൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിളായ കാര്യങ്ങളെല്ലാം പോസിബിളാക്കി മാറ്റുവാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ തളർന്നു പോകരുത്. ഒരു സീസൺ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പല സീസണുകളുണ്ട്. അത് ചിലപ്പോൾ ആ സീസൺ നടുന്ന സീസണായിരിക്കും, ഒഴിക്കുന്ന സീസണായിരിക്കും, ഫലവെടുപ്പിൻ്റെ സീസണായിരിക്കും. പല സീസണിലൂടെ നാം കടന്നു പോകുമ്പോഴും ഓരോ സീസണിൻ്റെയും പിൻപിൽ അതിനു മുമ്പ് ചില സ്ട്രഗിളിങ്ങിലൂടെ, ചില പെയിനിലൂടെ നാം കടന്നു പോകേണ്ടി വരും. പത്രോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ പത്രോസിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവനൊരു വേദനയിൽ, പ്രയാസത്തിലായിരുന്നു. കാരണം അവൻ വലയിറക്കി, അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവൻ വേദനയിൽ ഇരിക്കുമ്പോഴാണ് യേശുവിൻ്റെ വാക്ക് അവൻ കേൾക്കുന്നു, വിശ്വസിക്കുന്നു. ഒരു ഭയങ്കര ഷിഫ്റ്റിങ് പെട്ടെന്ന് സംഭവിക്കുന്നു. ഇതുപോലെ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഷിഫ്റ്റിങ്ങിന് മുമ്പ് ഒരു പെയിൻ വരും. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റിങ്ങിന് മുമ്പ് ഒരു വേദനയിലേക്ക് അവൻ പോയി. അവൻ വെളിച്ചമടിച്ച് താഴെ വീണു. അവൻ വേദനപ്പെട്ട് കിടന്നു. അവൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഒരു ഷിഫ്റ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ മതി എന്ന് പറഞ്ഞ് മരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ വേദനയുള്ള വാക്കുകൾ അവനെ തകർത്തുകൊണ്ടിരുന്നു. അതിനുശേഷം വലിയൊരു ഷിഫ്റ്റിങ്ങിലേക്ക് അവനെ കൊണ്ടുപോയി. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ നേടുവാൻ കഴിയും. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ
കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ അടുത്തു വരിക, ഒരു ഉണർവുണ്ടാകുമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്നും നിങ്ങളുടെ വേദനാജനകമായ വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഇതിനപ്പുറത്ത് ഒരു ശ്രേഷ്ഠത വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മേൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആ വലിയ വാഞ്ച ഈ ജനത്തിൻ്റെ മേൽ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണം. വലിയ വിടുതലുകളെ കർത്താവെ അങ്ങ് അയക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിശ്വാസത്തിൽ സ്ഥിരപ്പെടാൻ ഇടയാക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശ്വാസത്താലുള്ള സൗഖ്യം, വിശ്വാസത്താലുള്ള തീരുമാനങ്ങൾ, വിശ്വാസത്താലുള്ള വിക്ടറി ഓരോന്നും പ്രാപിപ്പാനിടയാക്കണമേ. അങ്ങ് അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ലവ് യു. വിശ്വാസത്തിൽ വളരുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഗോഡ് ബ്ലസ് യു. ലവ് യു.